നമസ്കാരം. അനുഗ്രഹാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുമല്ലേ? തക്കാളി ഇങ്ങനെ കായ്ക്കുമോ എന്ന് എനിക്കും അതിശയം തോന്നിയിട്ടുണ്ട്. ICAR IIHR ബാംഗ്ലൂർ പുറത്തിറക്കുന്ന ഹൈ ഈൽഡിംഗ് വെറൈറ്റിയിലുള്ള തക്കാളിയാണ് ഇത്. അർക്കരക്ഷക്, അർക്ക സമ്രാട്ട് എന്നൊക്കെ ഇനത്തിൽപ്പെട്ട തക്കാളിയാണ്. ഒരു ചെടിയിൽ നിന്ന് 12 മുതൽ 15 കിലോ വരെ തക്കാളി ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ കാണാം. പക്ഷേ ഇത് കേരളത്തിൽ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണോ എന്ന് അറിയില്ല. കാരണം അവരുടെ ഓൺലൈൻ വെബ് പോർട്ടലിൽ പറഞ്ഞിരിക്കുന്നത് റെക്കമെൻഡഡ് ഫോർ കർണാടക എന്നാണ്. ഇത് അർക്ക സമ്രാട്ട് എന്ന മറ്റൊരു വെറൈറ്റിയാണ്. ഇതും വളരെ നല്ല ഹൈ ഈൽഡിംഗ് വെറൈറ്റിയാണ്. അർക്ക രക്ഷകുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ കുറവാണ്. ഇത് കേരളത്തിൽ വളരാൻ അനുയോജ്യമാണ്. ഇനി ഈ വിത്തുകൾ നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ നിന്നും ഓൺലൈനായി വിത്ത് എങ്ങനെ വാങ്ങാം എന്ന് പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ICAR IIHR ബാംഗ്ലൂരിൻ്റെ ഓൺലൈൻ സീഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ആവശ്യമായ വിത്ത് വാങ്ങാവുന്നതാണ്. ഈ പേജിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ആവശ്യമുള്ള സീഡ്സ് വാങ്ങാവുന്നതാണ്. ഓർഡർ ചെയ്ത് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ സീഡ്സ് പോസ്റ്റിൽ അയച്ചു തരുന്നതാണ്. ഇവിടെ പലതരം വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിത്ത് തിരഞ്ഞെടുക്കുക. എല്ലാ വിത്തും നമ്മുടെ നാട്ടിൽ നന്നായി വളരില്ല. ഏതൊക്കെ വിത്ത് നന്നായി വളരും എന്നത് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങുക. ഈ സീഡ് പാക്കറ്റിൻ്റെ പുറത്ത് കാണിച്ചിരിക്കുന്ന പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്ര നന്നായി കായ്ക്കുമെന്ന്. ഇത് അർക്ക സമ്രാട്ട് എന്ന ഇനമാണ്. ഇതിൻ്റെ വെയിറ്റ് 0.8 ഗ്രാം ആണ്. വില 30 രൂപ. ഇത് അർക്ക രക്ഷക്, അതും 0.8 ഗ്രാം തന്നെയാണ്. വില 30 രൂപ. പക്ഷേ ഇത് കേരളത്തിൽ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണോ എന്ന് അറിയില്ല. കാരണം റെക്കമെൻഡഡ് ഫോർ കർണാടക സ്റ്റേറ്റ് എന്നാണ് ഇവിടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. റിലീസ്ഡ് അറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ ഫോർ ഗ്രോയിങ് ഇൻ ദ റീജിയൻസ് സിമിലർ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് സോയിൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. എത്രത്തോളം നന്നായി വളരുമെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുന്നെങ്കിൽ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.